വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇലക്ട്രോണിക്സ്, ലെക്ചർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ്, ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സാം ഡേറ്റ് വന്നത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞു കാണും. അപ്പോൾ അതിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിക്കാണും. അപ്പോൾ ഈ രണ്ട് എക്സാമിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഓപ്പാമ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ അത് പോളി ലെക്ചറിലാണെങ്കിൽ അതൊരു ഫുൾ മോഡ്യൂളായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിനകത്താണെങ്കിൽ അത് നമ്മുടെ അനലോഗ് സർക്യൂട്ട്സിനകത്ത് ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് CMRR, അതുപോലെ തന്നെ സ്ലീവ് റേറ്റ്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആൻഡ് സ്ലീവ് റേറ്റ്. ഈ രണ്ട് പാരാമീറ്റേഴ്സും ഓപ്പാമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പാരാമീറ്റേഴ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പോൾ എന്താണ് ഒരു CMRR? നമ്മൾ ഷോർട്ട് ഫോമായിട്ട് CMRR എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ നമ്മൾ ചോദിക്കുന്നത്. CMRR ആണ്. അപ്പോൾ CMRR മീൻസ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അപ്പോൾ നമ്മളോട് പെട്ടെന്ന് CMRR എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയും അല്ലെ, AD/AC. എന്താണ് AD? ഡിഫറൻഷ്യൽ ഗെയിൻ. AC എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, CMRR എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പാമ്പിൻ്റെ ഒരു പാരാമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ്. ഞാനിപ്പോൾ അത് ഒരു ഇക്വേഷനായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ AD/AC അങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അത് ഡെസിബിളിലൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 20 log AD/AC dBയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് CMRRനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ CMRR? ഈ ഒരു പാരാമീറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ CMRRന് നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ കൂടി പറയാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ടു റിജക്റ്റ് ദ കോമൺ മോഡ് ഇൻപുട്ട്. അതായത് നമുക്കറിയാം ഡിഫറൻഷ്യൽ മോഡുണ്ട്, കോമൺ മോഡുണ്ട്. അപ്പോൾ ഓപ്പാമ്പിനെ നമുക്ക് ഒരു ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് വിളിക്കാം അല്ലേ. ഓപ്പാമ്പിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമ്മൾ ഐഡിയൽ പാരാമീറ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് പാരാമീറ്ററായിട്ട് പഠിക്കുന്നത് ദ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഈസ് ഇൻഫൈനൈറ്റ് എന്നാണ്. അപ്പോൾ ആ ഒരു ഇൻഫൈനൈറ്റ് ഗെയിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. അപ്പോൾ ഡിഫറൻഷ്യൽ മോഡുണ്ട്, കോമൺ മോഡുണ്ട്. അപ്പോൾ അങ്ങനെ കോമൺ മോഡ് ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾ കോമൺ മോഡ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും കുറവായിരിക്കണം. നമ്മളിപ്പോൾ കോമൺ മോഡ് മീൻസ് ആ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇപ്പോൾ ഞാനൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇവിടെ ഒന്ന് വരയ്ക്കാം. രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ ഒരു രണ്ട് കളക്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് രണ്ട് ഇൻപുട്ടുകൾ കാണാം, V1 ആൻഡ് V2 അല്ലേ. ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുത്തേക്കുവാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എടുക്കുന്നത്. ദെൻ ഇവിടെ നമുക്കൊരു എമിറ്റർ റെസിസ്റ്റൻസും ഇവിടെ ഒരു സപ്ലൈ വോൾട്ടേജും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് രണ്ടും കൂടെ ഈ V1ഉം V2ഉം രണ്ടും കോമൺ ആക്കി നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാം. അപ്പോൾ CMRR എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആ ഒരു പാരാമീറ്റർ എന്താണ് അത് മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ടു റിജക്റ്റ് ദ കോമൺ മോഡ് ഇൻപുട്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു നോയ്സോ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്കിവിടെ ആ കിട്ടുന്ന ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് നമുക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ കോമൺ മോഡ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം ഐഡിയലി. പക്ഷേ ഇവിടെ നമുക്ക് എന്തെങ്കിലും ആ ഇൻപുട്ടുകളിൽ, ആ ബേസ് ഇൻപുട്ടുകളിൽ എന്തെങ്കിലും ഒരു നോയ്സ് സിഗ്നൽ വല്ലതും വരുവാണെങ്കിൽ, കാരണം ഈ ട്രാൻസിസ്റ്റേഴ്സ് ഒരിക്കലും അത് ഒരു മാച്ചിങ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കത്തില്ല, ഒരു പെർഫെക്റ്റ്ലി മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആയിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ മാച്ചിങ് ഡിഫറൻസ് ഒക്കെ കാരണം ഇവിടെ എന്തെങ്കിലും ഒരു നോയ്സ് സിഗ്നൽസ് വരുവാണെങ്കിൽ അത് നമുക്കൊരു ഔട്ട്പുട്ട് ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഇതിനെ ആ നോയ്സിനെ റിജക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ശരിക്കും CMRR എന്ന് പറയുന്നത്. ആ കോമൺ മോഡ് നോയ്സ് സിഗ്നൽസിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, അതാണ് CMRR എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇക്വേഷൻ കൂടി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അത് നമ്മൾ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിനകത്തു നിന്നാണ് സാധാരണ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. തിയറി നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് രണ്ട് പ്രോബ്ലംസും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത്
എന്താണ് അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സിൻസ് ദ നോയ്സ് ഈസ് അൺഡിസൈറബിൾ ആൻഡ് അപ്പിയേഴ്സ് ഈക്വലി അറ്റ് ബോത്ത് ഇൻപുട്സ് ഓഫ് ദ ഓപ്പ്-ആംപ്, ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഹാസ് ദ എബിലിറ്റി ടു റിജക്റ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ഔട്ട് ദ സിഗ്നൽസ്. സോ ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ CMRR എന്ന് പറയുന്നത്. സോ നമുക്ക് ഞാൻ രണ്ട് വോൾട്ടേജസിൻ്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ രണ്ട് ഗെയിനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഡിഫറൻഷ്യൽ ഗെയിൻ ഉണ്ട്, കോമൺ മോഡ് ഗെയിൻ ഉണ്ട്. സോ നമുക്കൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കൺസിഡർ ചെയ്യണം. അതിൻ്റെ ഇൻപുട്ടുകളാണ് V1 ആൻഡ് V2. ദെൻ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ ഡിഫറൻസ് സിഗ്നൽ. അതാണ് നമ്മൾ ഡിഫറൻസ് മോഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. VD ഡിഫറൻസ് വോൾട്ടേജ് അത് V1 മൈനസ് V2 ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ ദ ആവറേജ് ഓഫ് ഇൻപുട്ട് സിഗ്നൽസ്, ദാറ്റ് ഈസ് നോൺ ആസ് ദ കോമൺ മോഡ് സിഗ്നൽ. അപ്പോൾ ഞാൻ രണ്ട് വോൾട്ടേജസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് VD, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഡിഫറൻസ് വോൾട്ടേജ് VD, അടുത്തത് കോമൺ മോഡ് വോൾട്ടേജ് VC. അപ്പം VC എന്ന് പറയുന്നത് V1 പ്ലസ് V2 ബൈ 2 ആണ്. ഞാൻ V1 V2 ഓൾറെഡി ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്ടുകളാണെന്ന് പറഞ്ഞു. അതുപോലെ ഡിഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? V1 മൈനസ് V2 ആണ്. അപ്പോൾ VDയും VCയും നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓൾറെഡി പറഞ്ഞു, ഫോർ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ദോ ദ സർക്യൂട്ട് ഈസ് സിമെട്രിക് ബട്ട് ബിക്കോസ് ഓഫ് ദ മിസ്മാച്ച് ദ ഗെയിൻ അറ്റ് ദ ഔട്ട്പുട്ട് അറ്റ് ദ പോസിറ്റീവ് ടെർമിനൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ഇൻപുട്ട്. അതായത് നമുക്ക് ആ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ബീറ്റയൊക്കെ എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ബീറ്റ ഒരിക്കലും സെയിം ആവത്തില്ല, കാരണം അതിന് എപ്പോഴും ഒരു മിസ്മാച്ച് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കൊരിക്കലും ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെ നമുക്കൊരു പെർഫെക്റ്റ്ലി സിമെട്രിക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. A1 V1 പ്ലസ് A2 V2. സോ A1 V1 പ്ലസ് A2 V2 ഇത് അതിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്, ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ്. സോ A1 എന്താണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. A1 ഈസ് ദ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫ്രം ഇൻപുട്ട് 1 ടു ദ ഔട്ട്പുട്ട് വിത്ത് ഇൻപുട്ട് 2 ഗ്രൗണ്ടഡ്. അപ്പോൾ നമുക്ക് രണ്ട് ഇൻപുട്ടുകളുണ്ടല്ലോ, V1 V2, രണ്ട് ആ ബേസ് ഇൻപുട്ടുകളുണ്ട്. സോ A1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വോൾട്ടേജ് അല്ലെങ്കിൽ ഗെയിൻ എന്ന് നമുക്ക് പറയാം. A1 ഈസ് ദ ഗെയിൻ അല്ലെങ്കിൽ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫ്രം ഇൻപുട്ട് 1 ടു 2 വിത്ത് ഇൻപുട്ട് 2 ഗ്രൗണ്ടഡ്. സോ ആ 2 ഗ്രൗണ്ട് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ആ വാല്യൂ ആണ് A1. A2 നേരെ തിരിച്ച് ഇറ്റ് ഈസ് എ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഫ്രം ഇൻപുട്ട് 2 ടു 1 വിത്ത് ഇൻപുട്ട് 1 ഗ്രൗണ്ടഡ്. സോ അങ്ങനെ നമുക്കൊരു ജനറൽ എക്സ്പ്രഷൻ V0യ്ക്ക് ഇവിടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓൾറെഡി ഞാൻ രണ്ട് വോൾട്ടേജസും ഡിഫൈൻ ചെയ്തു, VD ആൻഡ് VCM. ജനറൽ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷനും നമ്മൾ പറഞ്ഞു. ദെൻ ഞാൻ ഈ വാല്യൂസ് ഈ ജനറൽ ഇക്വേഷനിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഈസ് VCM? V1 പ്ലസ് V2 ബൈ 2 ആണ്. ദെൻ VD എന്ന് പറയുന്നത് V1 മൈനസ് V2 ആണ്. സോ ഇത് രണ്ടും കൂടെ ഞാനൊന്ന് സോൾവ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ട് ഇക്വേഷൻസിനകത്തുനിന്ന് V1 V2 വെച്ചിട്ട് നമുക്ക് V1ൻ്റെയും V2ൻ്റെയും വാല്യൂ സോൾവ് ചെയ്യാം. ഞാൻ V1 മൈനസ് V2 ഒരെണ്ണം VD ആണ്. നെക്സ്റ്റ് V1 പ്ലസ് V2 എത്ര ആണ്? 2 VCM ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് 2 VCM എന്ന് എഴുതാം. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കി. ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 2V1 ഈക്വൽ ടു 2 VCM പ്ലസ് VD. ഇതിനകത്തുനിന്ന് എനിക്ക് V1 കണ്ടുപിടിക്കാം. V1 എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. സോ VCM പ്ലസ് VD ബൈ 2 ഇതാണ് നമ്മുടെ V1. ദെൻ V2 സിമിലർലി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? V2 കിട്ടും. സിമിലർ ഇക്വേഷൻ ആണ് V2 ഈസ് ഈക്വൽ ടു VCM മൈനസ് VD ബൈ 2. സോ എനിക്ക് V1നും V2നും രണ്ട് എക്സ്പ്രഷൻസ് കിട്ടി. ആ V1ഉം V2ഉം നമ്മൾ എക്സ്പ്രസ് ചെയ്തേക്കുന്നത് VDയുടെയും VCയുടെയും ടേംസിലാണ്. V1 V2 എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ രണ്ട് ഇൻപുട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ CMR എന്ന എക്സ്പ്രഷനിലോട്ട് പോവാം. ഞാൻ ഈ V0യിലേക്ക് നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, V0 ഈസ് ഈക്വൽ ടു A1 V1 പ്ലസ് A2 V2. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് V1 ഓൾറെഡി ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്തു, V2ഉം എക്സ്പ്രസ് ചെയ്തു. ആ V1ൻ്റെയും V2ൻ്റെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് VCM ഇൻറ്റു നമ്മൾ VCM ടേംസിനെ കോമൺ ആക്കി എടുക്കുന്നു. സോ A1 പ്ലസ് A2 എന്നൊരു ടേം വരും. ദെൻ VD ബൈ 2 കോമൺ ആക്കി എടുക്കുമ്പോൾ A1 മൈനസ് A2 എന്നൊരു ടേം വരും. ഞാൻ ആ A1 പ്ലസ് A2നെയാണ് ഞാൻ ACM എന്ന് വിളിക്കുന്നത്, കോമൺ മോഡ് ഗെയിൻ. ദാറ്റ് ഈസ് A1 പ്ലസ് A2. ദെൻ AD എന്ന് പറയുന്നത് A1 മൈനസ് A2 ബൈ 2. ADM ഡിഫറൻഷ്യൽ ഗെയിൻ, ACM എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിൻ.
അപ്പോൾ ഇനി നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ നമ്മൾ പറയുമ്പോൾ ഈ എക്സ്പ്രഷനാണ് നമ്മൾ ആദ്യം പഠിച്ച V1 V2 ഒരു ജനറൽ എക്സ്പ്രഷനാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ. ഇവിടെ നമ്മൾ ഇനി പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫുൾ ഡെറിവേഷൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ ഇതാണ്. അതിൽ V0 ജനറൽ ഇക്വേഷനാണ്. അതിൽ നിന്നും എങ്ങനെ AD കണ്ടുപിടിക്കാം, എങ്ങനെ AC കണ്ടുപിടിക്കാം, ഇതെല്ലാം ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് AD, എങ്ങനെയാണ് AC എന്നുള്ളതൊക്കെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. AD അല്ലെങ്കിൽ VDM VCM ഇതിൻ്റെ എക്സ്പ്രഷന് നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യാൻ നേരത്ത് ആവശ്യമായിട്ട് വരും. VCM എന്താണ്, VDM എന്താണ്. അപ്പോൾ ആ ജനറൽ ഇക്വേഷനും VDMൻ്റെയും VCMൻ്റെ എക്സ്പ്രഷനും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് V0യുടെ എക്സ്പ്രഷൻ കിട്ടി. നമ്മളിനി CMRRലോട്ട് പോവാണ്. CMRR എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇതിനെ നമുക്ക് dBയിൽ എക്സ്പ്രസ് ചെയ്യാം. ഡെസിബിളിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 20 log മോഡുലസ് ഓഫ് AD ബൈ AC. അപ്പോൾ ഇതാണ് രണ്ട് എക്സ്പ്രഷൻസ്. CMRRൻ്റെ CMRR കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. ഇതിൻ്റെ ഐഡിയൽ വാല്യൂ എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഐഡിയൽ ഓപ്പാം പാരാമീറ്റേഴ്സ്. CMRRൻ്റെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റി ആണ്, അല്ലെങ്കിൽ വെരി ഹൈ വാല്യൂ ആണ് CMRRൻ്റെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ ഓപ്പാംസിൻ്റെ കേസിൽ, അതായത് നമ്മൾ 741 ഓപ്പാമിൻ്റെ ഒക്കെ കേസിൽ CMRRൻ്റെ വാല്യൂ 90 dB ആണ്. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് 70 to 90 എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് 90 dB ആണ് ഒരു 741ൻ്റെ ഓപ്പാം വാല്യൂ അല്ലെങ്കിൽ CMRR വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ CMRR വാല്യൂ ഷുഡ് ബി വെരി ഹൈ. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. എപ്പോഴും ഐഡിയലി CMRR എപ്പോഴും ഹൈ ആയിരിക്കണം. നമ്മൾ ഗെയിൻ ഹൈ ആയിരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഓപ്പാമിൻ്റെ ഗെയിൻ ഹൈ ആവുന്നത് പോലെ തന്നെ CMRR വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. അപ്പോൾ CMRR ഹൈ ആവണമെങ്കിൽ നമ്മുടെ കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് കുറവായിരിക്കണം. അപ്പോൾ CMRR ഹൈ മീൻസ് CMRR ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ADM ഹൈ ആയിരിക്കണം. അതേപോലെ തന്നെ ACM എന്ന് പറയുന്നത് കുറവായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. എപ്പോഴും കോമൺ മോഡ് ഗെയിൻ കുറവായിരിക്കണം, ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. സോ ഹയർ ദ CMRR ദ ഓപ്പാമ്പ് വിൽ ബി ബെറ്റർ. അപ്പോൾ എപ്പോഴും CMRR എന്ന് പറയുന്ന ഒരു ബെറ്റർ ഓപ്പാമ്പിന് എപ്പോഴും CMRR വാല്യൂ ഹൈ ആയിരിക്കണം. CMRR വാല്യൂ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡിഫറൻഷ്യൽ ഗെയിൻ ഹൈ ആയിരിക്കണം, കോമൺ മോഡ് ഗെയിൻ കുറവായിരിക്കണം. അപ്പോൾ CMRR മീൻസ് ഇറ്റ് ഈസ് എ എബിലിറ്റി ടു, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എബിലിറ്റി ടു റിജക്റ്റ് ദ കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽസ്. അതാണ്. അപ്പോൾ ആ ഒരു കോമൺ മോഡ് നോയ്സ് സിഗ്നൽസിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്പാമിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെഷറിംഗ് പാരാമീറ്ററാണ് CMRR എന്ന് പറയുന്നത്. നെക്സ്റ്റ് CMRR പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ലീവ് റേറ്റ്. അപ്പോൾ ഞാനിവിടെ CMRRൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക, മെയിൻ എക്സ്പ്രഷൻ പഠിക്കുക, അതിനെ dBയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് പഠിക്കുക, ദെൻ അതിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂസ് 90 dB. ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. അതേപോലെ തന്നെ പ്രാക്ടിക്കലി 741 ഓപ്പാം എന്ന് പറയുന്നത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന, നമ്മൾ എക്സാമിന് അല്ലെങ്കിൽ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പാമ്പാണ് 741 എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 90 dB ആണ്. അതേപോലെ തന്നെ ഇറ്റ് ഗീവ്സ് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സോ CMRR എന്ന് പറയുന്നത് നമുക്കതിനെ ഫിഗർ ഓഫ് മെറിറ്റിലും നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം ഫോർ എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. സോ ഇതിൻ്റെ വാല്യൂസ് ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ACM എപ്പോഴും കുറവായിരിക്കണം, ADM എപ്പോഴും ഹൈ ആയിരിക്കണം. ദെൻ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ലീവ് റേറ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ. അതെന്താണെന്ന് നോക്കാം. സ്ലീവ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഇറ്റ് ഈസ് എ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. വെറുതെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് മാത്രമല്ല അത് പഠിക്കേണ്ടത്. ഇറ്റ് ഈസ് എ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം നോ മാറ്റർ ഹൗ ലോങ് ആൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ്. ആ ഒരു കണ്ടിന്യൂറ്റി അതിനകത്ത് ഉണ്ടാവണം. അതായത് ഹൗ ലോങ് ആൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് അപ്ലൈഡ്. സോ എത്ര ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ട് സിഗ്നലിൻ്റെ ഡ്യൂറേഷനിൽ ആണോ അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവ് റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ
if the input is rapidly changing signal, then the output voltage cannot follow the rapid change in input. അപ്പോൾ ഇൻപുട്ട് നമ്മുടെ ഇങ്ങനെ സഡനായിട്ട് വേരി ചെയ്യുന്നൊരു ഇൻപുട്ട് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഓപ്പാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഒരു റാപ്പിഡായിട്ടുള്ളൊരു റെസ്പോൺസ് ഔട്ട്പുട്ടിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ്, അതിനെ നമുക്ക് സ്ലീവ് റേറ്റ് ഡിസ്റ്റോർഷൻ എന്ന് പറയാം. നമ്മളൊരു ഇൻപുട്ട് ഉണ്ട്, അതിന് എത്ര ഫാസ്റ്റായിട്ട് നമ്മുടെ ഓപ്പാം റെസ്പോണ്ട് ചെയ്യുന്നു, അപ്പോൾ ആ ഒരു പാരാമീറ്ററാണ് ഈ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു സെക്കൻഡ് പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഇൻപുട്ട് ഈസ് റാപ്പിഡ്ലി ചേഞ്ചിങ് then the output cannot follow that rapid change. So അവിടെ എന്ത് ഉണ്ടായെന്ന് പറയാം, ഒരു സ്ലീവ് റേറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്റ്റോർഷൻ അവിടെ ഒക്കർ ചെയ്തു നമുക്ക് പറയാം. സോ ആ ഒരു ഫാസ്റ്റ് റെസ്പോൺസ് ഇൻപുട്ടിനനുസരിച്ച് നമ്മുടെ ഓപ്പാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു സ്ലീവ് റേറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസ്റ്റോർഷൻ ഒക്കർ ചെയ്തു നമുക്ക് പറയാം. സോ സ്ലീവ് റേറ്റ് ഡിസ്റ്റോർഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു ദ കോമ്പൻസേഷൻ കപ്പാസിറ്റർ പ്രസൻറ്റ് ഇൻ ദ ഇന്റേണൽ സർക്യൂട്ട് ഓഫ് ഓപ്പാം. സോ ഈ സ്ലീവ് റേറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞില്ലേ ആ ഒരു ഇൻപുട്ട് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് നമ്മുടെ ഓപ്പാമിന് ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ ആണ് പറയുന്നത്, ഇറ്റ് ഈസ് ഡ്യൂ ടു എ കോമ്പൻസേഷൻ കപ്പാസിറ്റർ പ്രസൻറ്റ് ഇൻ ദ ഇന്റേണൽ സർക്യൂട്ട് ഓഫ് ദ ഓപ്പാം. അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദിസ് കപ്പാസിറ്റർ വിച്ച് പ്രിവെൻറ്റ്സ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫ്രം ദാറ്റ് റാപ്പിഡ് ചേഞ്ച്. അല്ലെങ്കിൽ അത് ഇൻപുട്ടിനനുസരിച്ച് ഒരു സഡൻ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാത്തത് ഈ ഒരു കോമ്പൻസേഷൻ കപ്പാസിറ്റർ കാരണമാണ്. സോ നമുക്ക് ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് dVc/dt is equal to I/C. സോ നമുക്ക് നമ്മുടെ വോൾട്ടേജും കറണ്ടും ചാർജും ഒക്കെ റിലേഷൻ വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ, ദ dVc/dt അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ അക്രോസ് ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു I/C. I എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാക്സിമം ഓഫ് കറണ്ട് ഫർണിഷ്ഡ് ബൈ ദ ഓപ്പാം ടു ദ കപ്പാസിറ്റർ. ദെൻ C എന്ന് പറയുന്നതാണ് കപ്പാസിറ്റൻസ് വാല്യൂ. ദ ഓപ്പാം ഷുഡ് ഹാവ് എ ഹയർ കറണ്ട്. ഐയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം, ഓർ C ഷുഡ് ബി ലോവർ. ഇപ്പം ഇത് പ്രൊപ്പോർഷണാലിറ്റി നോക്കിയാൽ മതി. dVc/dt എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു I, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C ആയിരിക്കണം. സോ ഓപ്പാം ഷുഡ് ഹാവ് എ ഹയർ കറണ്ട് ഓർ എ ലോവർ വാല്യൂ ഓഫ് C. അതാണ് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സോ നമുക്കിനി സ്ലീവ് റേറ്റിൻ്റെ ആ ഒരു ഡെഫിനിഷനിലോട്ട് പോവാം. ഇറ്റ് ഈസ് എ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്ററിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് നമ്മൾ പറഞ്ഞു dVc/dt ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂ എടുത്താൽ മതി. സോ ദിസ് ഇസ് ദ മാക്സിമം വാല്യൂ, dVc/dt മാക്സ്. സോ ഇവിടെ നമ്മൾ സ്ലീവ് റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, dVc/dt എന്ന് പറഞ്ഞാൽ എന്താണ്, I/C ആണ്. സോ അതിൻ്റെ മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ബൈ ദ ലോ വാല്യൂ കപ്പാസിറ്റൻസ്, ദാറ്റ് ഈസ് I max/C ആണ്. സോ ഐഡിയലി ദ സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയിരിക്കണം. ഐഡിയൽ വാല്യൂ ഓഫ് സ്ലീവ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കണം. അതായത് CMRR പറഞ്ഞതുപോലെ തന്നെ ഇവിടെ CMRR ഇൻഫൈനൈറ്റ് ആണെങ്കിൽ സ്ലീവ് റേറ്റും നമുക്ക് ഓപ്പാമിൻ്റെ കേസിൽ ഐഡിയലി ഇൻഫൈനൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു 741 ഓപ്പാമിൻ്റെ, ഇത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 741 ഓപ്പാമിൻ്റെ സ്ലീവ് റേറ്റ് വാല്യൂ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നതും വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ്. അതുകൂടെ ഓർത്ത് വെക്കുക. ഈ യൂണിറ്റും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ലീവ് റേറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, വോൾട്ട് പെർ സെക്കൻഡ്, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്, അങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം എപ്പോഴും ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ്. അത് 741ൻ്റെ കേസിൽ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. CMRR നമ്മൾ പറഞ്ഞു 90 dB ആണെന്ന് പറഞ്ഞു 741ൻ്റെ കേസിൽ. അതേപോലെ തന്നെ MUA741 ഓപ്പാമിൻ്റെ സ്ലീവ് റേറ്റ് വാല്യൂ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ കൂടി നമ്മൾ പറഞ്ഞു Imax/C. ദെൻ നമുക്കിനി ഒരു സൈനുസോയിഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു സ്ലീവ് റേറ്റിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടാണ്. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓപ്പാമിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഇൻപുട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അങ്ങനെയുള്ളൊരു സർക്യൂട്ടാണ് വോൾട്ടേജ് ഫോളോവർ, അല്ലേ? ഇൻപുട്ട് ഫോളോസ് ദ
ഔട്ട്പുട്ട്. സോ ആ ഒരു വാല്യൂ, അതായത് V0 എന്ന് പറയുന്നത് നമ്മുടെ വീൻ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സൈനസോയിഡൽ ഇൻപുട്ട് ഞാൻ ആ ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിന് നമ്മൾ കൊടുക്കുവാണ്. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. PS = V in sin ωt. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? വോൾട്ടേജ് ഫോളോവർ ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ആ സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ V0 എന്ന് പറയുന്നതും Vm sin ωt ആണ്. അങ്ങനെയാണെങ്കിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, അതാണല്ലോ സ്ലീവ് റേറ്റ്. അതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ആണ് സ്ലീവ് റേറ്റ്. അപ്പോൾ ഞാനിവിടെ dV0/dt മെഷർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്കിതിനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രേഷൻ അല്ല, ഡിഫറൻഷിയേഷൻ ചെയ്യണം. അതായത് dV0/dt ഡെറിവേറ്റീവ് എടുക്കുക. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ Vm ഇൻറ്റു സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് വരും. ദെൻ ഒരു ഇന്നർ ഡിഫറൻഷിയേഷൻ വാല്യൂ, അതായത് ഒമേഗയും കൂടെ വരും. സോ Vm ഇൻറ്റു ഒമേഗ കോസ് ωt. ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ് സ്ലീവ് റേറ്റ്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ ഇത് മാക്സിമം വാല്യൂ എടുക്കുമ്പോൾ നമുക്കിവിടെ കോസ് ωtയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ അത് 1 ആയിട്ട് എടുക്കാം. സോ ബാക്കി ഒമേഗ ഇൻറ്റു Vm എന്നുള്ള ടേം വരും. സോ എനിക്ക് dV0/dt എന്ത്ര വരും? മാക്സിമം വാല്യൂ ഒമേഗ ഇൻറ്റു Vm. ആ Vm എന്ന് പറയുന്നത് ആ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ ഒമേഗ 2πf ആണ്. സോ 2πf ഇൻറ്റു Vm. ഇത് വോൾട്ട് പെർ സെക്കൻഡിലാണ്. നമ്മൾ പറഞ്ഞു സ്ലീവ് റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ്. സോ സ്ലീവ് റേറ്റിൻ്റെ വാല്യൂ 2πfVm/10⁻⁶. ഇത്രയാണ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിൽ വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കറണ്ട് വെച്ചിട്ടുള്ള എക്സ്പ്രഷനെ കാട്ടി ഇമ്പോർട്ടൻ്റ് ഇതാണ്. നമുക്കൊരു സൈനസോയിഡൽ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഉള്ള മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സ്ലീവ് റേറ്റിൻ്റെ എക്സ്പ്രഷൻ 2πfVm/10⁻⁶. Vm അല്ലെങ്കിൽ VP എന്ന് പറയാം, പീക്ക് വോൾട്ടേജ് ബൈ 10⁻⁶. ഇതാണ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് സ്ലീവ് റേറ്റിൽ. സോ ഈ ഒരു എക്സ്പ്രഷൻ പഠിച്ചു വെക്കുക. ദെൻ ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിയും ഡിറ്റർമിൻ ചെയ്യാം. ദ മാക്സിമം ഫ്രീക്വൻസി ഇതിനകത്തുനിന്ന് എഫ് കണ്ടുപിടിച്ചാൽ മതി. എഫ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് റേറ്റ് ബൈ 6.28 Vm എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. കാരണം ഇവിടെ ഒരു 2π ടേം ഒക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് 6.28 എന്ന് പറയുന്നത്. ഇതാണ് എഫ് മാക്സ്. ഇറ്റ് ഈസ് എ മാക്സിമം frequency at which we can obtain an undistorted voltage of a peak value Vm. അതാണ് എഫ് മാക്സ്. ആ സെയിം സ്ലീവ് റേറ്റിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തതാണ്. അപ്പോൾ സ്ലീവ് റേറ്റിൻ്റെ ഇക്വേഷൻ പഠിച്ചാലും മതി, ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഈ എഫ് മാക്സിനെ വിളിക്കുന്ന പേരാണ് ഫുൾ പവർ റെസ്പോൺസ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് സ്ലീവ് റേറ്റ് ആണ്, ആദ്യം പഠിച്ചത് CMRR ആണ്. ഈ രണ്ട് പാരാമീറ്റേഴ്സും ഓപ്പാമിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ കുറേ പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഐഡിയൽ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഓപ്പാമിൻ്റെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പാമിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് CMRR ചോദിക്കാം. CMRR എന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതിപ്പോൾ നമ്മൾ എയ്ഡ് എക്സാം ആണെങ്കിലും നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ എക്സാം ആണെങ്കിലും നമുക്ക് ഓപ്പാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് CMRR സ്ലീവ് റേറ്റ് ആ ഒരു ഏരിയയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ പോളി ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെയും അതുപോലെ തന്നെ PWD അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെയും ഇൻറ്റൻസീവ് കോച്ചിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഈ താഴെ പറയുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെസ്റ്റ് സീരീസ് ഏണസ്റ്റ് അക്കാഡമി പോളി ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ്. അതിൽ 4200 പരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിൻ്റെ MCQ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം വിഷസ് ഞാൻ നേരുന്നു. താങ്ക് യു.